അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഞാൻ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നയിച്ച് നല്ല അവസ്ഥയിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന, അവൻ്റെ പരലോകത്തെ രക്ഷ ലഭിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യ നിർവഹണത്തിന് മറ്റുള്ളവരെ സഹായി സ്വീകരിക്കേണ്ടി വരും. ആ നിലയിൽ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ യാത്രകൾ പോകേണ്ടി വരും. അങ്ങനെ താൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് യാത്ര തുടങ്ങി ആവശ്യം പൂർത്തീകരിച്ച് തിരിച്ചെത്തുന്നത് വരെയും ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിൻ പാലിക്കേണ്ട കാര്യങ്ങളും മര്യാദകളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിമിന്റെ ജീവിതം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച പ്രകാരമായിരിക്കണം. അവന്റെ ജീവിതം സമ്പൂർണമായും ഇസ്ലാമികമാകണം. അവന്റെ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ അവൻ പോകുന്ന യാത്രയും ഇസ്ലാമികമായിരിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു യാത്ര പോകാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരുങ്ങിയിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭാവിയിൽ മറ്റ് യാത്ര പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ ഈ ഖുത്ബയിലൂടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, യാത്ര എന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. എപ്പോഴും യാത്രയിലായിരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ല. ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി യാത്ര പോകേണ്ടി വന്നാൽ ആ ആവശ്യം നിർവഹിച്ച് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുക എന്നുള്ളതാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ
ശിക്ഷയുടെ ഒരു ഭാഗമാകുന്നു, അദാബിന്റെ ഒരു ഭാഗമാകുന്നു യാത്ര. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യംനഉ അഹദുകും നൗമഹു വതുആമഹു വശറാബഹു. ആ യാത്ര നിങ്ങളിൽ ഓരോരുത്തരുടെയും ഉറക്കത്തെ തടഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളുടെ ഭക്ഷണത്തെ, നിങ്ങളുടെ പാനീയത്തെ തടഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് യാത്ര ശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പം യാത്രയിൽ ഉറക്കം നഷ്ടപ്പെടും. നമുക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാവും. നമ്മുടെ താമസ സ്ഥലത്താവുമ്പോൾ ഇന്ന സമയത്ത് ഉറങ്ങി ഇന്ന സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ആ സമയത്ത് ഉറങ്ങാൻ കഴിയണമെന്നില്ല, ഉറക്കം നഷ്ടപ്പെട്ടു പോകും. ഇനിയോ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുന്നവരാവും. പക്ഷെ യാത്രയിൽ അതെല്ലാം തടയപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹദീസിന്റെ അവസാനം കാണാം, ഫഇദാ ഖല അഹദുകും നഹ്മതഹു ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ, ഉദ്ദേശം പൂർത്തിയായി കഴിഞ്ഞാൽ അവൻ എത്രയും പെട്ടെന്ന് അവൻ്റെ അഹലിലേക്ക്, അവൻ്റെ കുടുംബത്തേക്ക് മടങ്ങി വരട്ടെ, അതിനുവേണ്ടി അവൻ ധൃതി കാണിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പം കറങ്ങി നടക്കുന്ന രീതി നല്ലതല്ല. എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ, ജോലിയുടെ ആവശ്യം, കച്ചവടത്തിൻ്റെ ആവശ്യം, ദീനു പഠിക്കാൻ, ഇല്ലെങ്കിലോ അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതിയുടെ മനോഹാരിത കാണാൻ, ഏത് ആവശ്യത്തിന് വേണ്ടി പോയാലും യാത്ര കുറച്ച് പ്രയാസമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആവശ്യം കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യാത്ര പോകുമ്പോൾ യാത്ര ചോദിക്കണം. ഉറ്റവരോടും ഉടയവരോടും യാത്ര ചോദിക്കണം, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും യാത്ര ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാർ യാത്ര പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാത്ര ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറയുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖബാതിമ അമലിക്. 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അസ്തൗദിഉല്ലാഹ്, ഞാനിതാ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീയുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ഞാനിതാ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 1 ദീനക, നിന്റെ മതത്തെ. 2 വ അമാനതക, നിന്റെ വിശ്വസ്തതയെ. 3 വ ഖബാതിമ അമലിക, നിന്റെ കർമ്മങ്ങളുടെ പര്യവസാനത്തെ. ഈ 3 കാര്യങ്ങളെയും അള്ളാഹുവിൽ ഞാനിതാ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യാത്ര പോകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ 3 കാര്യവും പ്രധാനപ്പെട്ടതാണ്. യാത്രയുടെ സമയത്ത്, യാത്രയുടെ വേളയിൽ മതത്തിൽ നിന്ന് തെറ്റിപ്പോകാം. യാത്രയിൽ വെച്ച് വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യാം. അതേപോലെ തന്നെ പല ആളുകളും യാത്രയിൽ വെച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. സന്തോഷത്തോടുകൂടി യാത്ര പറഞ്ഞും പറയാതെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള എത്രയെത്ര മനുഷ്യരാണ് തിരിച്ച് ആംബുലൻസിൽ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ രൂപത്തിൽ മയ്യത്തായി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ആ യാത്രക്കിടയിൽ മരണം സംഭവിക്കുന്നവരുണ്ടാകും. പര്യവസാനം ഏറ്റവും ഗൗരവപ്പെട്ടതാണ്. ഏറ്റവും നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയണം. അതിനനുസരിച്ചാണ് പരലോകത്ത് രക്ഷാശിക്ഷകൾ ലഭിക്കുന്നത് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന, അർത്ഥഗംഭീരമായ ആ പ്രാർത്ഥന, ആരോടെങ്കിലും യാത്ര ചോദിച്ചാൽ ആ യാത്ര പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിവിൻ്റെ പരമാവധി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക. കഴിവിൻ്റെ പരമാവധി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക. ചിലപ്പോഴങ്ങനത്തെ അത്യാവശ്യ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് കഴിവിൻ്റെ പരമാവധി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനിച്ച് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്ത് ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമായിരുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ കാണാം, അർറാകിബു ശൈത്വാനുൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവൻ പിശാചാണ്. ഹദീസിന്റെ വിശദീകരണത്തിൽ മുഹദ്ദിസീങ്ങൾ അതെങ്ങനെയാണ് എന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവൻ പിശാചാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പിശാച് അവനെ വഞ്ചിക്കും, അവനെ പറ്റിക്കും.
പല തെറ്റിലേക്കും അവൻ വീഴും. യാത്രക്കിടയിലുള്ള സമയങ്ങളിൽ അവൻ മൊബൈൽ ഫോണിലൂടെ ചിലപ്പോൾ തിന്മകൾ കാണാൻ അവനെ പ്രേരിപ്പിക്കും. യാത്രക്കിടയിൽ വെച്ച് ഏതെങ്കിലും അന്യ സ്ത്രീയുമായി പരിചയപ്പെടുകയും അതൊരു വലിയ ബന്ധത്തിലേക്ക് മാറുകയും പിന്നീട് തെറ്റിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒരു സംഘമായി പോകുമ്പോൾ അത്തരം തെറ്റുകളിൽ നിന്ന്, അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് സുരക്ഷ ലഭിക്കും. എന്നിട്ട് രണ്ടാമതായി പറയുന്നു വറാക്കിബാനി ശൈത്വാനാൻ, രണ്ട് യാത്രക്കാർ, ഒറ്റയ്ക്ക് പോകുന്ന രണ്ടുപേരും രണ്ട് ശൈത്താനുകളാണ്, പിശാചുക്കളാണ്. രണ്ടുപേര് പോയാലും അങ്ങനെയൊക്കെ ഉണ്ടാകും. എന്നാൽ പ്രൊട്ടക്ഷൻ വേണമോ? വസ്സലാസതു റക്ബുൻ, മൂന്നാളുകൾ ഒരു യാത്രാ സംഘമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സുരക്ഷയാണ്, ഒരു സംഘമായി പോകുന്ന സുരക്ഷയാണ്. സംഘമായി പോകാൻ അവസരമുള്ളപ്പോൾ ആ സംഘമായിട്ടുള്ള ആ യാത്രയ്ക്കാണ് നമ്മൾ താല്പര്യം കാണിക്കേണ്ടത്, ഒറ്റയ്ക്കുള്ള യാത്രയ്ക്കല്ല. ഒരു സുരക്ഷയാണ്, റബ്ബിൻ്റെ സുരക്ഷയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ശാരീരികമായി നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. മാത്രമല്ല ദീന് തന്നെ തെറ്റിപ്പോകാനായിട്ടുള്ള കാരണമുണ്ടാകും. അതുകൊണ്ട് മൂന്നാളുകളുള്ളൊരു യാത്രാ സംഘമായി യാത്ര പോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫരിൻ ഫൽയുഅമ്മിറു അഹദഹും, മൂന്നാളുകൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ മൂന്നാളുകളിൽ യോഗ്യനായിട്ടുള്ള ഒരാളെ, വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന, ബാക്കിയുള്ള രണ്ടുപേരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഒരാളെ അമീറായി തിരഞ്ഞെടുത്തുകൊണ്ട് പോകണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മൂന്നാളുകളും അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള യാത്ര ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് നമുക്ക് തീരുമാനിക്കുന്നതാണ് ഒരു അമീറിനെ. ആ യാത്രയിലുള്ള യോഗ്യനായിട്ടുള്ള, ദീനീ ബോധമുള്ള, വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, ഉചിതമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന, നിയന്ത്രിക്കാൻ കഴിയുന്ന വളരെ ബോൾഡായിട്ടുള്ള ഒരാളിനെ അമീറായി നിശ്ചയിച്ചു പോകണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വെറുതെ അങ്ങ് യാത്ര പോകുന്ന രീതിയല്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രിയമുള്ള സഹോദരന്മാരെ ശ്രദ്ധിക്കണം. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ യാത്ര പോകുമ്പോൾ നായയോ മണിനാഥമോ പോലുള്ളവ യാത്രയിൽ നിന്ന് ഒഴിവാക്കണം. ലാ തസ്ഹബുൽ മലായികതു റുഫ്ഖതൻ ഫീഹാ കൽബുൻ വലാ ജറസുൻ, മണിനാഥമോ മണിയോ നായയോ ആയിട്ട് യാത്ര പോകുന്ന സംഘങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധരായിട്ടുള്ള മലക്കുകൾ സഹവസിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു മണി കൊണ്ട് പോലും പോകാൻ പാടില്ല, നായയായിട്ടും പോകാൻ പാടില്ല. അപ്പോൾ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി നൃത്തച്ചുവടുകളുമായി യാത്ര പോകുന്നവരുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. മലക്കുകൾ അവരോടൊപ്പം സഹവസിക്കുകയില്ല. വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ നമുക്ക് മലക്കുകളുടെ സഹായങ്ങൾ ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മലക്കുകളുടെ സഹായമില്ലാത്തൊരു യാത്രയായി നമ്മുടെ യാത്ര പോകും. ആ രൂപത്തിൽ പോകുന്ന യാത്രക്കിടയിൽ വെച്ച് അപകടം സംഭവിച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ അന്ത്യം ഏത് രൂപത്തിലായിരിക്കുമെന്നത് പ്രിയമുള്ള സഹോദരന്മാരെ നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. ഇനി സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയും യാത്ര പോകാൻ കഴിയില്ല. ഒരു യാത്ര എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു യാത്രയാണ് എങ്കിൽ മഹറമിനോടൊപ്പമേ നിങ്ങൾ പോകാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമാഹാ ദൂ മഹറമിൻ, ഒരു മഹറം ഒപ്പമില്ലാതെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒറ്റയ്ക്കാകാൻ പാടില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റയ്ക്കാകണമെങ്കിൽ ആ സ്ത്രീയുടെ മഹറം ഒപ്പമുണ്ടാകണം. ഒരു അന്യ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒറ്റയ്ക്കാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു, വലാ തുസാഫിരിൽ മർഅതു ഇല്ലാ മഅദി മഹ്റമിൻ, മഹ്റമിനോടൊപ്പമല്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും പാടില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ മഹ്റമില്ലാതെ സ്ത്രീ യാത്ര മാത്രമല്ല ശ്രദ്ധിക്കണം, ജോലി സ്ഥലത്തും മറ്റ് സന്ദർഭങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. മഹറമില്ലാതെ ഒരു പുരുഷനുമായി ഒറ്റയ്ക്കാകാൻ പാടില്ല ഏതു സാഹചര്യത്തിലും. പ്രത്യേകിച്ച് യാത്ര പോകുമ്പോഴും മഹറമായിട്ട് മാത്രമേ പോകാവൂ. ഭർത്താവ്, സഹോദരൻ, അതുപോലെ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളാണ് മഹറം. സുദീർഘമായി വിശദീകരിക്കേണ്ട ഒരു വിഷയമായതിനാൽ ആ മേഖലയിലേക്ക് പോകുന്നില്ല. നാം തീരുമാനിക്കുകയല്ല, ഇന്നയാളിനെ മഹറമായി നാം തീരുമാനിക്കുകയല്ല. അള്ളാഹുവും ദീനു പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും
പ്രമാണങ്ങളിലൂടെ മഹറമാണെന്ന് പഠിപ്പിച്ചവർ മാത്രമാണ് മഹറം. അല്ല നമുക്ക് നമ്മുടെ സാഹചര്യത്തിനും സന്ദർഭത്തിനനുസരിച്ച് ഒപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ സാഹചര്യം ഒത്തില്ലെങ്കിൽ പോകണ്ട എന്നാണ് പറഞ്ഞത്. പോകണ്ട എന്നാണ് പറഞ്ഞത്. തൻ്റെ ഭാര്യയോ സഹോദരിയോ യാത്ര പോകുന്നുവെങ്കിൽ എത്ര അത്യാവശ്യ കാര്യമാണെങ്കിലും ആ സഹോദരിയുടെ ഇണയുടെ യാത്ര ഗൗരവമുള്ളതാണെങ്കിൽ മഹറമായി ഒപ്പം പോകണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഒരു സ്വഹാബി പറയുകയാണ് ഈ കാര്യം പറഞ്ഞപ്പോൾ, എൻ്റെ ഭാര്യ ഹജ്ജിന് പോയിരിക്കുകയാണ്, ഞാൻ കൂടെ പോയിട്ടില്ല, എനിക്ക് യുദ്ധത്തിന് പോകാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ജിഹാദ് യുദ്ധമല്ല, ഭാര്യയോടൊപ്പം ഹജ്ജിന് പോകലായിരുന്നു എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് എങ്കിൽ ഈ വിഷയത്തിൽ ഗൗരവം ഉണ്ടാകണം. അതുകൊണ്ട് എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരി ഏതെങ്കിലും ഇസ്ലാമിക യാത്രയ്ക്ക് പോകേണ്ടവളാണ് എങ്കിൽ നമ്മുടെ അസൗകര്യവും നമ്മുടെ ബുദ്ധിമുട്ടും നോക്കി നമ്മൾ പോകാതെ ഒറ്റയ്ക്ക് വിടുകയോ അല്ലെങ്കിൽ പോകണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മഹറമായിട്ട് പോകേണ്ട സന്ദർഭങ്ങളിൽ പോകണം. അതൊരു ഉത്തരവാദിത്തമാണ് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഏത് ദിവസമാണ് യാത്ര പോകുന്നത്? എല്ലാ ദിവസവും യാത്ര പോകാം. എല്ലാ ദിവസവും യാത്ര പോകാൻ കൊള്ളൂലാത്ത ദിവസം അങ്ങനെയൊന്നുമില്ല. പക്ഷേ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഴാഴ്ച യാത്രയ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് ദിവസവും തിരഞ്ഞെടുത്തൊരു യാത്ര പോകാൻ നമുക്ക് പറ്റുമെങ്കിൽ വ്യാഴാഴ്ച തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. എന്നാൽ ബുധൻ പോകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ബുധൻ പോകാം, തിങ്കൾ പോകാം, ഏത് വേണമെങ്കിലും പോകാം, വെള്ളിയാഴ്ചയും പോകാം. വെള്ളിയാഴ്ച പോകുമ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജുമാ നിർബന്ധമല്ല, ദുഹർ നമസ്കരിച്ചാൽ മതി. ആ രൂപത്തിൽ ഏത് ദിവസം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സൗകര്യങ്ങൾ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പോകുമ്പോൾ താമസിക്കേണ്ട സ്ഥലം നേരത്തെ ബുക്ക് ചെയ്യും. എത്ര ദിവസമാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് അതിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകും. പക്ഷെ നമ്മൾ കൊണ്ടുപോകാൻ ഏറ്റവും പ്രധാനമായി കൈമുതലായി സൂക്ഷിക്കേണ്ടത് തഖ്വയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു, ഫതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി പോവുക, എന്നാൽ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാണ്. അതുണ്ടെങ്കിലോ വേറെ പലതും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ലാതെ പോയിട്ട് വരാൻ പറ്റും. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബിനെ സൂക്ഷിക്കുന്ന അവസ്ഥ, റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് റബ്ബിൻ്റെ വിരോധങ്ങളെ മാറ്റിവെക്കുന്ന അവസ്ഥ, അതാണ് തഖ്വ. ആ തഖ്വ യാത്രാ വിഭവമായി കൊണ്ടുപോകാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. പിന്നീട് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ട്, യാത്രക്കിടയിൽ ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം. യാത്രക്കിടയിൽ ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അല്ലാതെ വാഹനത്തിൽ പച്ചപ്പട്ടും ചുവന്ന പട്ടും കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷണം ലഭിക്കണമെന്നില്ല. അത് ശിർക്ക് പ്രവർത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. മറിച്ച് ഒരു സത്യവിശ്വാസി പറയേണ്ടത് ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, ഞാനിതാ സർവ ലോകങ്ങളെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവാധിപനായ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് ഞാനിതാ പുറപ്പെടുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എന്ന് അടിമ പ്രഖ്യാപിച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്ന വലിയ പ്രൊട്ടക്ഷനോട് കൂടിയുള്ള യാത്ര, അതാണ് വിശ്വാസിക്ക് വേണ്ടത്. മറ്റൊരു പ്രാർത്ഥന ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളിലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. എത്ര അർത്ഥഗംഭീരമായ പ്രാർത്ഥനയാണ്. എന്താ പറയുന്നത്? അല്ലാഹുവേ, ഞാൻ സ്വയം വഴിതെറ്റുന്നതിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഈ യാത്രയിൽ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. സ്വയം വഴിതെറ്റിപ്പോകാം യാത്രയിൽ, അതേപോലെ മറ്റുള്ളവരാൽ വഴിതെറ്റപ്പെടുകയും ചെയ്യാം. അതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ഞാൻ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ മറ്റുള്ളവർ എന്നെ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞാൻ ആരെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആക്രമണം ഞാൻ ഏറ്റുവാങ്ങുകയോ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞാൻ വിഡ്ഢിത്തം ഞാൻ ജഹല് പ്രവർത്തിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് ജഹല് പ്രവർത്തിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സ്വയം ഒരു അബദ്ധം സംഭവിക്കുന്നതിൽ നിന്നും
മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന അബദ്ധത്തിൽ ഇരയായി പോകുന്നതിൽ നിന്നും കാവൽ ചോദിച്ചുകൊണ്ട് യാത്രയ്ക്ക് പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നുള്ള പ്രാർത്ഥനയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഉയർന്ന സ്ഥലങ്ങളിലെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അവർ യാത്ര പോകുമ്പോൾ സൈന്യ രൂപത്തിലൊക്കെ പോകുമ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ യാത്ര പോകാറുണ്ട്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും, താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ് എന്ന് പറയും. ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയണം, വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കലല്ല. കയറ്റമൊക്കെ കയറുമ്പോൾ അല്ലാഹു അക്ബർ, ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ കഴിയണം. എത്രയെത്ര പ്രതിഫലം ഒരു യാത്രയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും പ്രിയമുള്ള സഹോദരന്മാരെ. അതോടൊപ്പം തന്നെ ധാരാളമായി മറ്റു പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് പടച്ച റബ്ബിനോട് നമുക്ക് പറയാനുള്ളത്. യാത്രക്കാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, ഉത്തരം കിട്ടുന്ന 3 പ്രാർത്ഥനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉത്തരം കിട്ടുന്ന 3 പ്രാർത്ഥനകളുണ്ട്. ലാ ശക്ക ഫീഹിന്ന, അതിലൊരു സംശയവും വേണ്ട. ആരാ പറയുന്ന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹീന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്, അതിൽ സംശയിക്കേണ്ട. പല കാര്യങ്ങളും നമ്മൾ സംശയിച്ചുകൊണ്ട് ചെയ്യും, പക്ഷെ ഇതിലൊരു സംശയം വേണ്ട. ഉത്തരം കിട്ടുന്ന 3 പ്രാർത്ഥന. എന്നിട്ട് ഒന്നാമതായി പറയുന്നു ദഅവത്തുൽ വാലിദ്, പിതാവിൻ്റെ പ്രാർത്ഥന. മക്കൾക്ക് വേണ്ടി ഒരു പിതാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. രണ്ടാമതായി പറഞ്ഞത് വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. യാത്ര ചെയ്തുകൊണ്ടിരിക്കെ യാത്രാവേളയിൽ റഹ്മാനായ റബ്ബിനോട് കരഞ്ഞ കണ്ണുകളുമായി നമുക്കൊരുപാട് പറയാനുണ്ട്. നമ്മുടെ രോഗം മാറാൻ, നമ്മുടെ കടം തീരാൻ, നല്ലൊരു ജീവിതം കിട്ടാൻ, ഒരു ദീനീ ചിട്ട വരാൻ, ഇങ്ങനെ ഏതേത് ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം ഈ യാത്രയിൽ വെച്ച് പടച്ച റബ്ബിനോട് നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ യാത്ര പോകാതിരിക്കാനല്ല നോക്കേണ്ടത്, യാത്ര പോകാൻ ചാടി വീഴുകയാണ് ചെയ്യേണ്ടത്. അതൊരു സംഘത്തോടു കൂടിയുള്ള യാത്രയാകുമ്പോഴോ വിശ്വാസികളോടൊപ്പമുള്ള യാത്രയാകുമ്പോഴോ അതിൻ്റെ മേന്മ കൂടും. മൂന്നാമതായി പറഞ്ഞത് വദഅവത്തുൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥന. നാവുകൊണ്ടോ അല്ലെങ്കിൽ ശാരീരികമായോ ആരെങ്കിലും മർദ്ദിക്കപ്പെട്ടുവെങ്കിൽ, ഒരു നിരപരാധി മർദ്ദിക്കപ്പെട്ടുവെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ തേട്ടം, അവൻ്റെ വിഷമം, അവൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും. അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഈ 3 പ്രാർത്ഥനകൾ അള്ളാഹു വേഗം ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നീട് യാത്രാവേളയിൽ കുറേ നേരമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇറങ്ങുന്ന സന്ദർഭങ്ങളിൽ, തമ്പടിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു പ്രാർത്ഥന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളുടെയും കെടുതിയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എല്ലാം അതിൽ പെട്ടു. അള്ളാഹു അല്ലാത്തുള്ള എല്ലാ മഖ്ലൂക്കുകളും, അള്ളാഹ് ഒഴികെയുള്ള എല്ലാ മഖ്ലൂക്കാണ്, അതിൻ്റെ എല്ലാം ഷർറിൽ നിന്ന് അള്ളാഹുവിൻ്റെ സമ്പൂർണമായ നാമങ്ങൾ കൊണ്ട് കാവൽ ചോദിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാൻ, ഇങ്ങനെ ചോദിച്ചാൽ ആ പ്രദേശത്ത് വെച്ച് അവന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ആ പ്രദേശത്ത് വെച്ച് എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് വെച്ച് അവനൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ സലഫുകളായിട്ടുള്ള ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോഴൊക്കെയും ഒരു അപകടവും ആ പ്രദേശത്ത് വെച്ച് സംഭവിച്ചിട്ടില്ല. എന്നാൽ ജീവിതത്തിൽ സംഭവിച്ച സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന മറന്നുപോയ സന്ദർഭങ്ങളാണ് എന്ന് സലഫുകൾ ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന സമയത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാണാം. നമ്മൾ എത്രയോ സ്ഥലത്തിറങ്ങുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞു, അതെല്ലാം വേണം. പക്ഷേ പ്രാർത്ഥന കൈപടിയാൻ പാടില്ല. ഒരു സ്ഥലത്തിറങ്ങുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ ആ രൂപത്തിൽ പ്രാർത്ഥിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ച് നിലകൊള്ളുക എന്നുള്ളതാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ച് നിലകൊള്ളുക എന്നുള്ളതാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ സ്വഹാബത്തുമായി യാത്ര പോകുമ്പോൾ ജനങ്ങൾ ഇറങ്ങി പല വഴികളിലൂടെയും പല താഴ്വരകളിലൂടെയും ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാം വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ താഴ്വരകളിലും കുന്നിൻ ചെരുവുകളിലും ഇങ്ങനെ നിങ്ങൾ ഭിന്നിച്ച് നടക്കുക എന്നത് പിശാചിൽ നിന്നുള്ളതാണ്.
ഇങ്ങനെ ഒരുമിച്ച് പോയിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പല രൂപത്തിൽ പോകുന്ന, അമീറിൻ്റെ നിർദ്ദേശമില്ലാതെ ഇഷ്ടാനുസരണം പോകുന്ന ഒരു രീതി പാടില്ല. അത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനുശേഷം അവർ എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ഒരു തുണി കൊണ്ട് അവരെ വലയം ചെയ്യുവാൻ കഴിയുന്ന രൂപത്തിൽ കൂട്ടമായിട്ടായിരുന്നു സ്വഹാബത്ത് നടന്നിരുന്നത്. അവരവരുടെ നേതാവിൻ്റെ വാക്കുകൾ അങ്ങനെയാണ് പരിഗണിക്കുന്നത്. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ കേൾക്കുന്നത് അങ്ങനെയാണ്. നമ്മളും ദിവസം പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേൾക്കുന്നു, പക്ഷേ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ പകുതി എടുക്കുന്നു, പകുതി കളയുന്നു. ഒരിക്കലും പാടില്ല. അങ്ങനെ ആ ഒരുമിച്ച് യാത്ര പോകുമ്പോൾ ഒന്നിച്ച് നിലകൊണ്ട് ഒരേപോലെ യൂണിഫോമായിട്ട് പോകാനായിട്ട് കഴിയണം. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് യാത്രക്കാരന് നമസ്കാരം ഒഴിവാക്കാൻ കഴിയുകയില്ല. യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല. നമസ്കരിച്ചേ മതിയാവുകയുള്ളൂ. യുദ്ധവേളയിൽ പോലും നമസ്കരിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും. അതുകൊണ്ട് ഇനി എത്ര വലിയ യാത്രയായാലും നമസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല. ചെറിയ ഇളവുകളുണ്ട്, അത് ജംഉം കസ്റുമാണ്. ആ ഇളവുകളെ നമ്മൾ സ്വീകരിക്കണം. എന്താ ഇളവ്? ളുഹറിൻ്റെയും അസറിൻ്റെയും നമസ്കാരങ്ങളെ ഒരുമിച്ചാക്കൽ, ഒന്നുകിൽ ളുഹറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത്, മഗ്‌രിബും ഇശാഉം ഒന്നുകിൽ മഗ്‌രിബിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇശായുടെ സമയത്ത്, അങ്ങനെ ജംഉ ചെയ്യാം. പിന്നീടുള്ളൊരു നിസ്കാരം മുന്നിലേക്കാക്കുന്നത്, അസർ ളുഹറിലേക്കാക്കുന്നത് ജംഉ തഖ്ദീം. ഇനി ളുഹർ അസറിലേക്ക് പിന്തിപ്പിക്കുന്നത് ജംഉ തഅഖീർ. ആ രൂപത്തിലാണ് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇനി യാത്രക്കാരന് മാത്രമുള്ള മറ്റൊരു ഇളവുണ്ട്. ജംആക്കുന്ന യാത്രക്കാരനല്ലാത്തവനും ജംആക്കാം, അവൻ്റെ സാഹചര്യവും സന്ദർഭവും നോക്കി. എന്നാൽ യാത്രക്കാരന് ഇളവ് 4 റക്അത്ത് നമസ്കാരം 2 റക്അത്തായിട്ട് നമസ്കരിക്കാം. ആദ്യ സമയത്ത് 5 വഖത്ത് നമസ്കാരം നിർബന്ധമാക്കിയപ്പോൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ 2 റക്അത്ത് നമസ്കാരമായിരുന്നു. എല്ലാവർക്കും, മുഖീമിനും മുസാഫിറിനും ഒക്കെ 2 ആയിരുന്നു. പിന്നീട് നിർദ്ദേശം വന്നു മുഖീമിന് 2 എന്നുള്ളത് 4 ആയി. അപ്പോൾ യാത്രക്കാരനുള്ള ആ ഇളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ആ ഇളവ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യാത്ര പോകാനായിട്ട് കഴിയും. അപ്പോഴും ഒഴിവാക്കലില്ല എന്നുള്ളത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക. ജമ്മും കസറുമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജുമാ ദിവസം അസ്ർ നമസ്കാരം ജമ്മാക്കാൻ കഴിയുക ഇല്ല എന്നതും, അത് അതിൻ്റെ സമയത്ത് തന്നെ നമസ്കരിക്കണം എന്നതും കൃത്യമായി പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് ഒരു ഖുതുബയുടെ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ സൂചിപ്പിച്ചത്. ആ രൂപത്തിൽ നമ്മുടെ പ്രൈവറ്റ് യാത്രകളായാലും അല്ലെങ്കിൽ ദീനീ സംരംഭങ്ങളുടെ, ദീനീ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടുള്ള യാത്രകളായാലും ഈ രൂപത്തിൽ ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ യാത്ര എങ്ങാനും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നല്ല മരണം ലഭിക്കും. ഇനി ജീവിതം തിരിച്ചുണ്ടാവുമെങ്കിൽ ആ യാത്രയിലൂടെ ഒരുപാട് പുണ്യങ്ങൾ നേടാൻ കഴിയും എന്നുള്ളത് പ്രിയമുള്ള സഹോദരന്മാരെ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളിൽ നിന്ന് കാര്യം മനസ്സിലാക്കി അത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന നല്ലവരായ അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ ഫീ ഉമൂരിദ് ദീനിയ വദുനിയവിയ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനായി പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഭൗതികമായ കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, യാത്രയിൽ ഒരുപാട് ഫിത്നകൾ ഉണ്ടാകാൻ കാരണമുണ്ട്. ഒരുപാട് മാനസികമായ ഐക്യവും അടുപ്പവും ഉള്ളവർ, നല്ല ബന്ധത്തിലുണ്ടായിരുന്നവർ പല യാത്രകളും കഴിഞ്ഞ് തിരിച്ച് ആ മാനസികമായ ബന്ധം തെറ്റി കുഴപ്പത്തിലാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ യാത്ര പോകുമ്പോൾ, ഒരു പ്രത്യേകിച്ച് നമ്മൾ കുടുംബമല്ലാതെ ഒരുമിച്ചൊരു യാത്ര പോകുമ്പോൾ ആ യാത്രയിലൊക്കെ നമ്മുടെ ആഭരണങ്ങൾ ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ്.
ഇത് ഭൗതികമായ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. പലപ്പോഴും വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചോദ്യം ചെയ്യുന്ന കൂടെയുള്ളവർ സംശയിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുവേ പറയപ്പെടാറുണ്ട്, യാത്ര പോകുമ്പോൾ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലാത്ത പുതിയതായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം യാത്ര ചെയ്യാനുണ്ടാവും. അവർ ഇസ്ലാം ദീനിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാകും. ഇസ്ലാമിൻ്റെ മാതൃകകൾ നമ്മളാണ് എന്ന് കരുതിയാണ് അവർ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ആ യാത്രയിൽ നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം അതൊക്കെ വളരെ സൂക്ഷിച്ചാണ്, ശ്രദ്ധിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വന്ന എത്രയോ ശത്രുക്കൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല പെരുമാറ്റവും സംസാരവും പ്രതികരണവും നല്ല പ്രതികരണവും കണ്ടുകൊണ്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ സ്വന്തത്തെക്കാൾ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു എന്നത് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ, നമ്മുടെ ആദർശമറിയാത്ത ഒരാൾ, നമ്മളുമായി അടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മളോടൊപ്പമുള്ള 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഈ ടീം കൊള്ളാം, അല്ലെങ്കിൽ ഇന്നാലിന്ന വ്യക്തികൾ കൊള്ളാം, അവരുമായി ഒപ്പം ചേരാനും സഹവസിക്കാനും നല്ലതാണ്, അവരോടൊപ്പമുള്ള സഹവാസം എനിക്ക് നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല എന്ന് പറയാൻ കഴിയണം. അപ്പോഴാണ് ആ യാത്ര അർത്ഥവത്താകുന്നത്. അതിലാരാ ശ്രദ്ധിക്കേണ്ടത്? യാത്ര സംഘടിപ്പിക്കുന്ന ആളുകളും അതിൽ പങ്കെടുക്കുന്ന ആളുകളും ആ വിഷയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വബിതൗഫീഖിഹി. നമ്മുടെ സ്വപ്നം 100 ദിവസങ്ങളായി നമ്മൾ സ്വപ്നം കണ്ടിരുന്ന നമ്മുടെ യുവജന സമ്മേളനം നാളെ തുടങ്ങുകയാണ്. ആ സമ്മേളനം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കുറേ ആളുകളെ കാട്ടിക്കൊടുത്തുകൊണ്ട് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു സീറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാൻഡിഡേറ്റിനെ രാഷ്ട്രീയ പാർട്ടികൾ വെക്കണം. അതിനുവേണ്ടിയല്ല, മറിച്ച് യുവജനതയുടെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും അധപ്പതനവും മോശമായ അവസ്ഥയും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ അകപ്പെടാതിരിക്കാൻ ഒരു 5 മണിക്കൂർ അവരെ ദീന് കേൾപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഏർപ്പെടുത്തിയ ബസ്സിൽ ഇനിയും കുറച്ച് സീറ്റുകളുണ്ട്. സീറ്റ് ഒഴിഞ്ഞു കിടന്ന് പോകാൻ ഇവിടെ ആളില്ലാത്ത അവസ്ഥയില്ലല്ലോ, യുവാക്കളുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് രജിസ്ട്രേഷൻ കൗണ്ടർ പുറത്തുണ്ട്. പരിമിതമായ 10-25 സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഇനി ഒരു 50 ആണെങ്കിൽ വീണ്ടും ഒരു ബസ് സജ്ജീകരിക്കാൻ വേറെ പ്രയാസമൊന്നുമില്ല, ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, യാത്ര പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ നാളത്തെ ഒരു രാത്രിയും ഞായറാഴ്ചയുടെ ഒരു പകലും അതിനുവേണ്ടി ചെലവഴിച്ചാൽ ഗുണം മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനുണ്ട് എന്ന നല്ല തീരുമാനമെടുത്ത് ആ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ കൗണ്ടറിൽ പേര് രജിസ്റ്റർ ചെയ്ത് പോവുകയും ദീന് പഠിക്കുകയും ഈമാനികമായ ഒരു ഉണർവുണ്ടാവുകയും അതോടൊപ്പം യാത്രക്കാരന് ലഭിക്കുന്ന ആ നന്മകൾ, ആ നേട്ടങ്ങൾ നേടിയെടുത്തുകൊണ്ട് സുരക്ഷിതരായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു വരണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീന് പഠിക്കാനും ആ ദീൻ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. നിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ മനസ്സുകളെ നീ ഒന്നിപ്പിച്ച് നിർത്തണമേ അല്ലാഹുവേ. അല്ലാഹുവേ, നമ്മുടെ സമ്മേളനത്തെ ഒരു വലിയ വിജയമാക്കി തീർക്കണമേ അല്ലാഹുവേ. ഈ സമ്മേളനത്തോടെ കേരള സമൂഹത്തിലെ ധാരാളം യുവാക്കൾക്ക് ദിശാബോധവും ധാർമ്മിക ബോധവും അല്ലാഹുവേ നീ അവർക്ക് എല്ലാവർക്കും പകർന്നു നൽകണമേ അല്ലാഹുവേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഹോസ്പിറ്റലിലുള്ളവരുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി പറഞ്ഞവരുണ്ട്. റഹ്മാനായ റബ്ബെ, നീ ഷാഫിയാണ് അല്ലാഹുവേ. നിന്റെ മഹത്തായ ശിഫ കൊണ്ട് അവർക്കെല്ലാവർക്കും നീ രോഗശമനം നൽകണമേ അല്ലാഹുവേ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹുവേ. അറിഞ്ഞും അറിയാതെയുമായി പിശാചിന്റെ ദുർബോധനം കൊണ്ട് ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ, തിന്മകൾ ചെയ്തു പോയ പാപികളാണ് റഹ്മാനായ റബ്ബെ ഞങ്ങൾ. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് പാപങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാഹുവേ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നല്ല രൂപത്തിൽ ഈമാനോടുകൂടി ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളുമായി പരലോകത്ത് ചെല്ലാനും അവിടെ രക്ഷയുടെ സ്വർഗം ലഭിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ അല്ലാഹുവേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്റക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا
റബ്ബന തഖബ്ബൽ മിന്നാ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.